കേരള വന്നെത്തിയിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ എടൂരാണ്. എടൂര് പള്ളി പാരിഷ് ഹാളിൽ ഇന്നൊരു സ്നേഹ വിരുന്ന് നടക്കുകയാണ്. നമ്മുടെ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പാൾ ഈ വരുന്ന മെയ് 31 റിട്ടയർമെന്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ടീച്ചർ ഒരുക്കുന്ന സ്നേഹ വിരുന്നാണ്. ഈ സ്നേഹ വിരുന്നിൽ മുൻ കോർപ്പറേറ്റ് മാനേജർ അച്ഛൻ, അതോടൊപ്പം തന്നെ ടീച്ചർ പ്രവർത്തിച്ച മുൻ കാലങ്ങളിൽ പ്രവർത്തിച്ച സ്കൂളുകളിലെ മാനേജർ അച്ഛന്മാർ, അവിടുത്തെ സഹപ്രവർത്തകർ, അതോടൊപ്പം ഇപ്പോൾ ഉള്ള എടൂരുള്ള PTA ഭാരവാഹികൾ, മുൻ PTA ഭാരവാഹികൾ ഒക്കെ വെച്ചുകൊണ്ടൊരു സ്നേഹ വിരുന്നാണ് ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് ട്രൂ മീഡിയയിലൂടെ നമ്മൾ ഇപ്പോൾ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അതിന്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. ഒരു കാര്യം ഏറ്റെടുത്താൽ അത് 100% ആത്മതത്തോടെ ചെയ്യാൻ സാധിക്കുന്ന ആ ഒരു തൻ്റെ ഇടം ടീച്ചറിനുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അനുഭവവേദ്യമാണ്. അത് കലാമത്സരമാവട്ടെ, കായിക മത്സരമാവട്ടെ, പ്രവൃത്തി പരിചയമേളയാവട്ടെ എന്ന് വേണ്ട എല്ലാത്തിലും അദ്ദേഹം ഏറ്റെടുത്ത കാര്യം ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ പാഠ്യേതര പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അതോടൊപ്പം തന്നെ പാഠ്യപ്രവർത്തനങ്ങൾ ഭംഗിയായിട്ട് നടത്തുന്നുണ്ട് എന്നുള്ളത് ഞങ്ങൾ എല്ലാവരും അംഗീകരിക്കുന്നതുമാണ്. ഏറ്റവും നല്ല വിജയം ഒരു സമയത്ത് കണ്ണൂർ ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച രണ്ടാമത്തെ സ്കൂളായിട്ട്, ഒന്നറിയില്ല, രണ്ടാമത്തെ സ്കൂളായിട്ട് റിസൾട്ടിന്റെ കാര്യങ്ങൾ വന്നതായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സ്റ്റാഫ് ഏറ്റവും കൂടുതൽ സ്റ്റാഫ് അംഗങ്ങളുള്ളതുമാണ്. ഇതിൽ പുരുഷന്മാർ കൂടുതലുള്ള ഒരു ഹയർ സെക്കൻഡറി സ്കൂളുമാണിത്. ഇവിടെ ഈ ജെൻസിനെയും ബാക്കിയുള്ള ലേഡീസിനെ എല്ലാവരെയും ഒരേ ചരടിൽ കോർത്തിണക്കി കൊണ്ടുപോകാൻ സാധിക്കുന്നു. അത് ടീച്ചറിന്റെ ഒരു പ്രത്യേക കഴിവാണ്. ഇനി മൂന്നാമതായിട്ട് കുഞ്ഞുങ്ങൾക്ക് തല്ല് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഇടവക്കാരൊന്നിൻ്റെ പിള്ളേരുണ്ട്, അവരോട് ചോദിച്ചിട്ടുണ്ട് തലൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അതിനോട് ചേർന്ന് തലോടലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്തിനാടാ നിന്നെ തല്ലിയെന്ന് ചോദിച്ചാൽ അതിന് ആ കൊച്ചു തന്നെ കാര്യം പറഞ്ഞിട്ടുണ്ടാവും, അതുകൊണ്ടാണ്. അപ്പോൾ തല്ലാനും തലോടാനും സാധിക്കുന്ന, അതായത് തിരുത്തേണ്ട കാര്യങ്ങൾ ആ സമയത്ത് പറഞ്ഞ് തിരുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 99 മുതൽ ഇന്ന് ഈ നിമിഷം വരെ എല്ലാ പിന്തുണയും നൽകി, എല്ലാ പ്രോത്സാഹനം നൽകി എന്നോടൊപ്പമായിരുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരുടെയും സന്മനസ്സിന് ഞാൻ ഒത്തിരി നന്ദി പറയുകയാണ്. ഞാൻ വിശദമായ ഒരു മറുപടി പ്രസംഗം കഴിഞ്ഞതാണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു വലിയ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്ന എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. നാടിൻ്റെ തിലകക്കുറിയായിട്ട് അഭിമാനമായിട്ട് നിലകൊള്ളുന്ന ഈ ഹൈസ്കൂളിനെ അല്ലെങ്കിൽ ഈ ഹയർ സെക്കൻഡറിയെ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവരുവാനായിട്ട് സാധിച്ചത് ഒരുപക്ഷെ ടീച്ചറിന്റെ കഠിനാധ്വാനം തന്നെയാണ് എന്ന് 100% ഞാനത് പറയുകയാണ്. ടീച്ചർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ടീച്ചറിനോടൊപ്പം പ്രവർത്തിച്ച അധ്യാപക അനധ്യാപക സഹോദരങ്ങൾ ഒരൊറ്റക്കെട്ടായിട്ടാണ് ഏത് കാര്യങ്ങൾ വരുമ്പോഴും പ്രവർത്തിച്ചിരുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഞാൻ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതുപോലെ നമ്മളുടെ PTA-യും ഈ സ്കൂളിൻ്റെ ഈ ഇടവകയുടെ ഏത് കാര്യങ്ങൾ വന്നാലും, സ്കൂൾ സംബന്ധമായിട്ട് ഏത് കാര്യങ്ങൾ വന്നാലും PTA എല്ലാം ഒറ്റക്കെട്ടായിട്ട് ഒരേ സ്വരത്തിൽ പ്രിൻസിപ്പലിനോട് ചേർന്ന് അല്ലെങ്കിൽ ഹെഡ് മിസ്സസ്മാരോട് ചേർന്ന് പ്രവർത്തിക്കുന്നതും ചിന്തിക്കുന്നതുമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ കാണുവാനായിട്ട്
കാണുവാനായിട്ടും അനുഭവിക്കുവാനായിട്ടും എനിക്ക് സാധിച്ചിട്ടുണ്ട്. നമുക്ക് പറയുവാൻ പറ്റും. കാരണം അത്രമാത്രം ഈ മേഖലയിൽ ശോഭിച്ച അധ്യാപികയായി, പ്രധാനാധ്യാപികയുമായും ഒക്കെ മറ്റ് വിവിധ രംഗങ്ങളിൽ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് ഏറ്റെടുത്ത വിവിധ ചുമതലകൾ സമാനതകളില്ലാത്ത വിജയം കൈവരിച്ച ഒരു അധ്യാപിക. എനിക്ക് തോന്നുന്നത് ഈ കുടിയേറ്റ ഗ്രാമത്തിന്റെ ചരിത്രം എവിടെയെങ്കിലും രേഖപ്പെടുത്തിയാൽ അവിടെ എടൂർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളും അവിടെ പ്രിൻസിപ്പൽ ആയിരുന്ന പ്രിയപ്പെട്ട ടീച്ചറുടെ കാലഘട്ടവും തങ്കലിപികളിൽ രേഖപ്പെടുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. Thank you.